ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ്. നമ്മൾ ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത് ടെസ്റ്റ് സീരീസുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഗ്രി ലെവൽ ടെസ്റ്റ് സീരീസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോമൺ ആയിട്ടുള്ള ചില സംശയങ്ങൾ ഉയർന്നു വരികയുണ്ടായി, മെസ്സേജുകൾ വരികയുണ്ടായി. സോ ആ കാര്യങ്ങളൊന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരിക എന്നതാണ് നമ്മുടെ ഈ ക്ലാസ് കൊണ്ടിട്ടുള്ള ഉദ്ദേശം. വളരെ ചെറിയ ഒരു മാക്സിമം 15 മിനിറ്റ് ഉണ്ടാവുള്ളൂ, അതിൽ അത്ര എത്തിക്കില്ല. വളരെ വേഗത്തിൽ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാം. ആദ്യ സംശയം എന്ന് പറയുന്നത്, ഇത് ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടി മാത്രമുള്ള ഒരു എക്സാം ആണോ, ഒരു ടെസ്റ്റ് സീരീസ് ആണോ എന്നതാണ് ആദ്യത്തെ സംശയം. പ്രിലിമിനറി എക്സാമിനേഷന് കംപ്ലീറ്റ് ആയിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണ്. അതിനോടൊപ്പം തന്നെ മെയിൻസിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, മെയിൻസിലെ പകുതി ഭാഗം എന്ന് പറയുന്നത് പ്രിലിംസിന്റെ അതേ സിലബസ് ബേസ്ഡ് ആയിട്ടാണ് ഉള്ളത്. സ്പെഷ്യൽ പേപ്പറാണ് പിന്നീട് വരുന്നത്. സോ ആ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മെയിൻസിലേക്കും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ചോദ്യം ചോദിക്കാറുള്ളത്. ഈ ഭാഗങ്ങളെല്ലാം തന്നെ, ഈ ടെസ്റ്റുകളെല്ലാം തന്നെ നിങ്ങളുടെ മെയിൻസ് പരീക്ഷയ്ക്കും കൃത്യമായി യൂസ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യം, എന്താണ് ഇതിന്റെ സ്ട്രക്ചർ, എങ്ങനെയൊക്കെയാണ് ഈ ടെസ്റ്റുകൾ വരുന്നത്? ആ കാര്യങ്ങൾ വിശദമായി സൈറ്റിലുള്ള അതേ കാര്യങ്ങൾ കാണിച്ചു തന്നുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. വളരെ ഷോർട്ടായിട്ട് പറയാം, ഓരോ ക്ലാസ്സുകൾക്ക് ശേഷം നമ്മുടെ കോഴ്സിൽ ഓരോ ക്ലാസ്സുകൾക്ക് ശേഷവും നമ്മൾ ആഡ് ചെയ്യുന്ന ടെസ്റ്റുകളായിട്ടുള്ള ആ സബ്ജക്ട് കൃത്യമായി മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകൾ, ടോപ്പിക് മുഴുവൻ കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റുകൾ എന്നിങ്ങനെ നമ്മൾ സെക്ഷൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ടെസ്റ്റുകളെയും തിരിച്ചിട്ടുണ്ട്. വിശദമായിട്ട് ഉടനെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് സൈറ്റിൽ തന്നെ നമ്മളത് കാണിച്ചു തരുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ മൂന്നാമത് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്, സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് കുറെ ടെസ്റ്റുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? അതിനുത്തരം ഇത്രയേ ഉള്ളൂ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സ്റ്റഡി പ്ലാൻ നമ്മൾ ജനുവരി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അത് ഓൺഗോയിങ് ആണ്, ലാസ്റ്റ് മന്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ആ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് പ്രിലിമിനറി ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള GK ബേസ്ഡ് ആയിട്ട് വരുന്ന എല്ലാ ടെസ്റ്റുകളും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതായത് ട്യൂസ്ഡേ ടെസ്റ്റുകളുണ്ട്, അതിൽ തേഴ്സ്ഡേ ടെസ്റ്റുകളുണ്ട്. ഒരാഴ്ചത്തെ സ്റ്റഡി പ്ലാൻ തന്ന് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും ടെസ്റ്റുകൾ നടത്താറുണ്ട്. വീക്ക്ലി ടെസ്റ്റുകൾ നടത്താറുണ്ട്. ആ വീക്ക്ലി ടെസ്റ്റുകൾ കോഴ്സ് എടുത്ത ആളുകൾക്കാണ് എക്സാം ആയിട്ട് പോയിട്ട് എഴുതാൻ പറ്റുന്നത്. ആ ടെസ്റ്റുകൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റ് എന്ന രീതിയിൽ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് വരുന്ന വലിയൊരു ടെസ്റ്റ് വരാറുണ്ട്, അതും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ടെസ്റ്റ് സീരീസ് എടുക്കുന്ന സമയത്ത് സാധാരണ രീതിയിലുള്ള ക്ലാസ് കഴിഞ്ഞിട്ടുള്ളതും ടോപ്പിക് വൈസും ഫുൾ ടെസ്റ്റുകളും ഉൾപ്പെടെയുള്ള നിങ്ങൾക്ക് സ്ഥിരം തരുന്ന പാക്കേജിന് പുറമെയാണ് ഈ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകളും നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. വളരെ ചുരുക്കി പറയുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇനി പരീക്ഷ വരുന്നത് വരെ എല്ലാ ദിവസവും 1-2 ടെസ്റ്റ് വെച്ച് എഴുതാൻ പറ്റുന്ന അത്രയും ടെസ്റ്റുകൾ നിങ്ങൾക്ക് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. പക്ഷേ പ്ലാൻ ചെയ്ത് ആ തരുന്ന ക്രോണോളജി ഫോളോ ചെയ്ത് ടോപ്പിക്കുകൾ തീർത്ത് പിന്നെ സെക്ഷനിലേക്ക് കടന്ന് പിന്നെ ഫുൾ ടെസ്റ്റിലേക്ക് കടന്ന് അങ്ങനെ എഴുതിയിട്ട് അത് കൃത്യമായിട്ട് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. മേക്ക് യൂസ് ഓഫ് ദിസ് ഡേറ്റ. അതിനുള്ളിൽ കൺഫ്യൂസ് ആയി പോകരുത്, കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ടെസ്റ്റ് സീരീസിൽ നിങ്ങൾക്ക് ചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൃത്യമായി ഇനി സൈറ്റിലുള്ള ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോവുകയാണ്. കൃത്യമായിട്ട് അത് കാണുക, മനസ്സിലാക്കുക, നിങ്ങൾക്ക് തൃപ്തി വരുന്നുണ്ടോ എന്ന് ഉറപ്പിക്കുക. അതിനുശേഷം നമ്മൾ താഴെ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ടെസ്റ്റ് സീരീസിന്റെ ലിങ്കും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കോമൺ ഡിഗ്രി പ്രിലിംസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോഴ്സുകളുടെ ലിങ്കും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ആ ലിങ്കുകൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക, ക്ലാസ്സുകൾ കാണുക, ടെസ്റ്റ് സീരീസ് എങ്ങനെയാണെന്നുള്ള മോഡൽ നോക്കുക. നിങ്ങൾക്ക് തൃപ്തി ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം കൂടെ നമുക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കാം. ഇനി നിങ്ങൾക്ക് നമ്മളുടെ സൈറ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് കാണിച്ചു തരാം. വരും. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് സീരീസ് നിങ്ങൾ നമ്മളുടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന നമ്മളുടെ പേജ് എന്ന് പറയുന്നത്. അതിൽ കണ്ടന്റിലേക്ക് നിങ്ങൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെക്ഷൻ, ഓരോ സബ്ജക്ട് വൈസ് സെക്ഷനാക്കി നിങ്ങൾക്ക് ടെസ്റ്റുകൾ കാണാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ സാധിക്കും. ഒരു ഉദാഹരണം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ കേരള ഹിസ്റ്ററിയാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. കേരള ഹിസ്റ്ററിയിലെ ഈ ആദ്യം കാണുന്ന ഈ മിനി ടോപ്പിക് ടെസ്റ്റുകളില്ലേ, മിനി ടോപ്പിക് ടെസ്റ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊക്കെ ഓരോരോ ടെസ്റ്റുകളാണ്. അതായത് നമ്മൾ ക്ലാസ്സുകൾ ഫോളോ ചെയ്തൊരു രീതിയുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിമിനറി കോഴ്സിൽ നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തൊരു രീതിയുണ്ട്. ലിറ്റററി സോഴ്സസ് ആണ് നമ്മൾ ആദ്യം അവിടെ എടുത്തിരിക്കുന്നത്. സോ ദാറ്റ് കേരള ഹിസ്റ്ററിയിൽ ഇന്ന സ്ഥലത്താണ് നമുക്ക് ഡേറ്റ കിട്ടുന്നത്. അതിനുശേഷം എഡിക്ട്സിനെ കുറിച്ച്, ശാസനങ്ങളെ കുറിച്ച്, അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന ഒരു രീതി. സോ ദാറ്റ് നിങ്ങൾക്ക് വേഗം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ
ആ ഓരോ ക്ലാസ് കഴിഞ്ഞാലും ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാൻ, റിഫ്രഷ് ചെയ്യാൻ, ഓർമ്മയില്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ടെസ്റ്റ് നമ്മൾ കോഴ്സിൽ കൊടുത്തിരുന്നത്. അങ്ങനെ ഓരോ ക്ലാസ്സിലെയും കാര്യങ്ങൾ കവർ ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഇങ്ങനെ താഴ്ത്തിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ സാധിക്കുന്നത്. നോക്കൂ, ലിറ്റററി സോഴ്സസ്, പിന്നെ ശാസനങ്ങൾ, എഡിക്സ്, ട്രാവലേഴ്സ്, അറൈവൽ ഓഫ് യൂറോപ്യൻസ്, അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ അവിടെ കവർ ചെയ്യുകയാണ്. ഇതാണ് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്, മിനി ടോപ്പിക് ടെസ്റ്റുകൾ. അതിനുശേഷം പിന്നെ ഫോക്കസ് ടോപ്പിക് ടെസ്റ്റുകളാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് വൈസ് അല്ല, ഒരു ടോപ്പിക് മൊത്തം, ട്രാവൻകൂർ റിലേറ്റഡ് കാര്യങ്ങൾ മുഴുവൻ, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ് ഒന്നാകെ, അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഒന്നാകെ, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റുകൾ, നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, അങ്ങനെ ഒരു ടോപ്പിക് എടുക്കുകയും ആ ടോപ്പിക് മുഴുവൻ കവർ ചെയ്യുന്ന തരത്തിൽ നമ്മളൊരു ടെസ്റ്റ് തരികയും ചെയ്തു. അതാണ് രണ്ടാമത്തെ സെക്ഷൻ, ഫോക്കസ് ടോപ്പിക് ടെസ്റ്റുകൾ. ഇത് 20 മാർക്കാണ്. ആദ്യ ഭാഗം 10 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി സബ്ജക്ട് മാസ്റ്ററി ടെസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഈ സബ്ജക്ട്, കേരള ഹിസ്റ്ററി എന്ന സബ്ജക്ട് വളരെ കൃത്യമായിട്ട് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മിക്സഡ് ആയിട്ടുള്ള പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ടെസ്റ്റുകളാണ് ഇവിടെ നമ്മൾ നിങ്ങൾക്ക് 5 ടെസ്റ്റുകൾ 30 മാർക്കിന് വെച്ച് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. ഇങ്ങനെയായിരിക്കും ഓരോ സബ്ജക്റ്റും. അതിൽ ചില സബ്ജക്റ്റുകൾക്ക് ഈ 3 കാര്യങ്ങൾ മൊത്തത്തിലായിരിക്കില്ല ഉണ്ടാവുക, ചിലപ്പോൾ നമ്മൾ 2 കാര്യങ്ങളായിരിക്കും തരിക. അത് ആ സബ്ജക്ട് അനുസരിച്ചായിരിക്കും അതിന് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ വേൾഡ് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ 3 എണ്ണം എന്ത് ചെയ്യുന്നത് തരുന്നുണ്ട്. ചില സബ്ജക്റ്റുകളിൽ എന്തായിരിക്കും, ഇതേ ഫോർമാറ്റ് ആയിരിക്കില്ല നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സബ്ജക്ട്, അതിന്റെ വെയിറ്റേജ് ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾ താഴത്തേക്ക് പോവുകയാണ്, വളരെ താഴത്തേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. മലയാളം ആണെന്നുണ്ടെങ്കിൽ മലയാളം, ഇപ്പൊ ഫോക്കസ് ടോപ്പിക്, കാരണം മലയാളത്തിൽ ഓരോ ക്ലാസ് കഴിഞ്ഞാലും ഉള്ളതിനേക്കാളും നല്ലത് എന്ന് പറയുന്നത് ആ ടോപ്പിക് ആണല്ലോ. ഒരു വചനം അല്ലെങ്കിൽ എന്താ പറയുക, ലിംഗം, ചേർത്തെഴുതല്, പിരിച്ചെഴുതൽ, അങ്ങനെ ആ ടോപ്പിക്കിലായിരിക്കുമല്ലോ ഫോക്കസ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ആ രീതിയിലായിരിക്കും നമ്മൾ സ്ട്രക്ചർ ചെയ്യുക എന്നുള്ളത്. ലോജിക്കലി നോക്കിയിട്ടായിരിക്കും നമ്മൾ സ്ട്രക്ചർ ചെയ്യുക. ഇനി കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, അത് ഓൾറെഡി ഇന്ത്യ വേൾഡ് റിലേറ്റഡ് ആയിട്ട് 23, 24, 25 ടെസ്റ്റുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ മാസം കഴിയുന്നതോറും കേരള റിലേറ്റഡ് ഫാക്ടിന്റെ ടെസ്റ്റുകൾ കൂടി ഉടനെ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അവസാനത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഫുൾ GK മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് 10 ഫുൾ GK പോർഷൻ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു 10 ടെസ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒരു ഫുൾ ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് ഇവ എഴുതാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നതായിരിക്കും. ഇനി അതിന് പുറമെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫുൾ GK ടെസ്റ്റ് കഴിഞ്ഞോ? ഇല്ല. ഫുൾ മോക്ക് ടെസ്റ്റുകൾ 100 മാർക്കിന്റെ PSC മോഡൽ ആയിട്ടുള്ള 100 മാർക്കിന്റെ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകുന്നത് എത്ര ടെസ്റ്റുകളാണ്? 14 പക്ക PSC ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. സോ നമ്മൾ എവിടെ നിന്നാ തുടങ്ങിയത്? ഒരു പർട്ടിക്കുലർ ക്ലാസിന്റെ അന്ന് ആ ക്ലാസ്സിൽ പഠിപ്പിച്ച ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങൾക്ക് തന്നു തുടങ്ങിയിട്ട് ഫുൾ PSC ടെസ്റ്റുകൾ 14 എണ്ണം വരെ ആകുന്ന ഇത്രയധികം ടെസ്റ്റുകളാണ് നമ്മൾ ഈ ടെസ്റ്റ് സീരീസിൽ നിങ്ങൾക്ക് തരുന്നത്. കഴിഞ്ഞോ? ഇനിയും കഴിയുന്നില്ല. നിങ്ങളിൽ പല ആളുകളും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്റ്റഡി പ്ലാൻ കണ്ടിട്ട് ഈ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ കുറെ ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ടല്ലോ. കുറച്ച് ഒരാഴ്ചയ്ക്ക് പഠിക്കാൻ കൊടുക്കും, ചൊവ്വാഴ്ച ഒരു ചെറിയ ടെസ്റ്റ്, വ്യാഴാഴ്ച ഒരു ചെറിയ ടെസ്റ്റ്, ശനിയാഴ്ച ഒരു വീക്ക്ലി കുറച്ചുകൂടി വലിയ 25, 30 അല്ലെങ്കിൽ 32, 35 ക്വസ്റ്റൻ ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു ടെസ്റ്റ്. ഇവയുടെ ഡിസ്കഷൻ വീഡിയോ, വീക്ക്ലി ടെസ്റ്റ് ഡിസ്കഷൻ വീഡിയോ, മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റ് എന്ന രീതിയിൽ ഒരു മന്ത് കഴിയുന്ന സമയത്ത് ഒരു മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റ്. ഈ ടെസ്റ്റുകളോ എന്ന രീതിയിൽ ഇത് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണോ എന്ന് നിങ്ങൾ ചോദിച്ചിരുന്നു. ആവശ്യമില്ല. ടെസ്റ്റ് സീരീസിന്റെ കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാക്കുന്നതായിരിക്കും. നോക്കൂ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്റ്റഡി പ്ലാനിന്റെ ഫോൾഡറാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തത്. അതിൽ ട്യൂസ്ഡേ, തേഴ്സ്ഡേ ടെസ്റ്റുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൾറെഡി, അല്ലെ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വീക്ക്ലി സാറ്റർഡേ ടെസ്റ്റുകൾ 11 ടെസ്റ്റുകൾ ഓൾറെഡി ആഡഡ് ആണ്. മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റ് 2 മന്ത്, ജനുവരിയും ഫെബ്രുവരിയും കഴിഞ്ഞു. ആ 2 മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റുകളും ആഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റുകൾ കൊണ്ടുപോകാൻ പോകുന്നത്, നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത്. സോ ഈ ഇത്രയും കാര്യങ്ങൾ ക്രോണോളജി ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളാണ് ഈ ടെസ്റ്റുകൾ എന്ത് ചെയ്യേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടത്. ആ ടെസ്റ്റുകൾ കൃത്യമായിട്ട് എടുക്കുക, അവയുടെ സൊല്യൂഷൻസ് നിങ്ങൾ മനസ്സിലാക്കുക, പറ്റിയ തെറ്റുകൾ എഴുതി വെക്കുക. ടെസ്റ്റ് സീരീസിന് വേണ്ടി സെപ്പറേറ്റ് ഒരു നോട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കയ്യിൽ കരുതുക. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കണ്ട് തൃപ്തിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമ്മളുടെ കൂടെ വന്നോളൂ. നമുക്ക് ഓരോ ടെസ്റ്റുകളായിട്ട് ചെയ്തു നോക്കാം. ഓരോ ടോപ്പിക്കുകളായിട്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് ടിക്ക് ചെയ്ത് അവസാനിപ്പിച്ച് പോവുക. അവസാനം എക്സാമിന്റെ സമയമാകുമ്പോഴേക്കും നിങ്ങൾ ഈ ടെസ്റ്റുകൾ മുഴുവൻ ചെയ്ത് തീർത്തിരിക്കണം. സോ ദാറ്റ് എക്സാം ഹോളിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഓക്കെ, ഇത്രയധികം ടെസ്റ്റുകൾ ചെയ്ത ഒരാൾക്കുള്ള കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കുന്നതായിരിക്കും. സോ ചെക്ക് ഔട്ട് ദ സീരീസ്, ചെക്ക് ഔട്ട് ദ കോഴ്സസ്, ചെക്ക് ഔട്ട് ദ സ്റ്റഡി പ്ലാൻ. നമ്മോടൊപ്പം കൂടുക. നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് പാട്ടും പാടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് നടന്നു നീങ്ങാം. താങ്ക് യു എവരിവൺ.